നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിബിനോക്കി സീരീസ് റിക്കേഴ്സീവ് ആയിട്ടുള്ള പ്രോഗ്രാം എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫിബിനോക്കി സീരീസ് ആദ്യം എങ്ങനെ ജനറേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഫിബിനോക്കി സീരീസിൽ ആദ്യത്തെ രണ്ട് എലമെൻറ്റ് ഡിഫോൾട്ടാണ്. ദാറ്റ് ഈസ് ആദ്യം ഒരു സീറോയും ഉണ്ടാവും, വണ്ണും ഉണ്ടാവും. പിന്നെ തൊട്ടടുത്തുള്ള എലമെൻറ്റ് നെക്സ്റ്റ് എലമെൻറ്റ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ തൊട്ട് പ്രീവിയസ് ആയിട്ടുള്ള രണ്ട് എലമെൻറ്റുകളെ തമ്മിൽ ആഡ് ചെയ്താൽ മതി. സോ അടുത്ത വൺ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ആയിട്ടുള്ള ഈ വണ്ണും സീറോയും കൂടി തമ്മിൽ ആഡ് ചെയ്യുമ്പോഴാണ് ഈ വൺ കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈ 2 കിട്ടിയേക്കുന്നത് എങ്ങനെയാണെന്നറിയോ? തൊട്ട് പ്രീവിയസ് ആയിട്ടുള്ള ഈ വണ്ണും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് ഈ 2 കിട്ടിയേക്കുന്നത്. നെക്സ്റ്റ് 3 കിട്ടുന്നത് എങ്ങനെ? ഈ 2ഉം 1ഉം കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 3 കിട്ടുന്നത്. സോ ഫിബിനോക്കി സീരീസിൽ ആദ്യത്തെ രണ്ട് എലമെൻറ്റ് സീറോയും വണ്ണും ആണ്. വേറെ ഏത് nth എലമെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ തൊട്ട് പ്രീവിയസ് ആയിട്ടുള്ള n-1ഉം n-2ഉം തമ്മിൽ ആഡ് ചെയ്താൽ പോരെ. ഉദാഹരണമായിട്ട് f(2) എനിക്ക് കിട്ടണം. അപ്പം f(n-1) ദറ്റ് ഈസ് f(1) പ്ലസ് f(0). f(1) എന്ന് പറഞ്ഞാൽ 1 ആണ്, f(0) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്. അപ്പോൾ 0 + 1 1. അപ്പോൾ f(2) എനിക്ക് എന്തായിട്ട് കിട്ടി? 1 ആയിട്ട് കിട്ടി. സോ ഇതാണ് ഒരു ഫിബിനോക്കി സീരീസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള ഫോർമുല. ഓക്കെ, അപ്പോൾ ഈ ഫിബിനോക്കി സീരീസിൻ്റെ നമുക്ക് റിക്കേഴ്സീവായിട്ടുള്ള ഒരു പ്രോഗ്രാം എഴുതണം. അപ്പോൾ നമ്മുടെ ഈ രണ്ട് കേസുകളുണ്ടല്ലോ, ഇത് രണ്ടുമാണ് നമ്മളുടെ ബേസ് കേസ്, ഇതാണ് നമ്മളുടെ റിക്കേഴ്സീവ് കേസ്. അപ്പോൾ f(0) = 0യും f(1) = 1ഉമാണ് നമ്മുടെ ബേസ് കേസ്. ബാക്കിയുള്ള ടേമുകൾ കണ്ടുപിടിക്കുന്ന ഈ ലൈനാണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത്? റിക്കേഴ്സീവ് കേസ്. സോ ഞാൻ ഫിബിനോക്കി റിക്കേഴ്സീവ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, ഈ ഫംഗ്ഷൻ്റെ പേരാണ് ഫിബിനോക്കി റിക്കേഴ്സീവ്. അതിൻ്റെ എലമെൻറ്റ് n എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് വന്നു കഴിഞ്ഞാൽ ആദ്യം എന്നിൻ്റെ വാല്യൂ <= 1 ആണോ എന്ന് നോക്കും. സോ <= 1 വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം 0യും 1ഉം വരാം. അങ്ങനെ 0 വന്നു കഴിഞ്ഞാൽ ആ 0 itself ആണ് റിട്ടേൺ ചെയ്യുന്നത്. 1 ആണെങ്കിൽ ആ 1 itself ആണ് നമ്മുടെ റിട്ടേൺ. ആ nth വാല്യൂ എന്താണോ n വന്നത് അതായിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. അതല്ലാത്തെങ്കിൽ നമ്മൾ ഈ ഫോർമുല പ്രകാരം ഈ ഒറിജിനൽ മെയിൻ പ്രോഗ്രാമിനെ തന്നെ ഫിബിനോക്കി റിക്കേഴ്സീവ് ഓഫ് n-1 പ്ലസ് ഫിബിനോക്കി റിക്കേഴ്സീവ് ഓഫ് n-2നെ തമ്മിൽ ആഡ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ ഈ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പം n=5 വന്നാൽ ഈ ഫിബിനോക്കി സീരീസ്, അപ്പം നമ്മൾ ഇവിടെ നമുക്ക് n=4 വന്നാൽ fib(4) വന്നു കഴിഞ്ഞാൽ fib(4) കമ്പ്യൂട്ട് ചെയ്യണമെങ്കിൽ fib(3)യും fib(2)യും തമ്മിൽ ആഡ് ചെയ്താണ്. ഈ fib(3) കമ്പ്യൂട്ട് ചെയ്യണമെങ്കിൽ fib(2)യും fib(1)യും ആഡ് ചെയ്യണം. fib(2) കമ്പ്യൂട്ട് ചെയ്യണമെങ്കിൽ fib(1)യും fib(0)യും ആഡ് ചെയ്യണം. ഓക്കെ, fib(2) കമ്പ്യൂട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ fib(0)യും fib(1)യും കൂടി ആഡ് ചെയ്യണം. ഈ fib(1) fib(0) എന്ന് പറയുന്നത് ടെർമിനേറ്റിംഗ് കേസാണ്. പിന്നീട് ഇത് റിക്കേഴ്സീവ് കോൾ വരത്തില്ല. സോ ഈ വാല്യൂസ് ആഡ് ചെയ്ത് നമ്മൾ തിരിച്ചു പോകുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഒറിജിനൽ ആയിട്ടുള്ള ഈ ഫിബിനോക്കി 4ൻ്റെ വാല്യൂ കിട്ടുന്നത്. ഓക്കെ, അപ്പം ഇതാണ് അതിൻ്റെ റിക്കേഴ്സീവ് ഫംഗ്ഷൻ. താങ്ക് യു.